ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എസ് ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഈ 22-ാം അധ്യായം കുറച്ച് വലിയ അധ്യായമാണ്. അതുകൊണ്ട് നമ്മളിത് 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാർട്ടിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 71 വാക്യങ്ങൾ. 2, 22-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 11 ശീർഷകങ്ങൾ. 3, 22-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം ഏതാണ്? ഉത്തരം യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന. 4, പെസഹ എന്ന് വിളിക്കപ്പെടുന്ന തിരുനാൾ ഏതാണ്? 22-ന്റെ 1. ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 5, യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നത് ആരെല്ലാമാണ്? 22-ന്റെ 2. ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും. 6, പുരോഹിതന്മാരും നിയമജ്ഞരും ഭയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം ജനങ്ങളെ. 7-ാമത്തെ ചോദ്യം, യൂദാസ് വിളിക്കപ്പെടുന്നത് ഏതു പേരിലാണ്? 22-ന്റെ 3. ഉത്തരം സ്കറിയോത്ത. 8, സാത്താൻ ആരിലാണ് പ്രവേശിച്ചത്? ഉത്തരം യൂദാസിൽ. 9, യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടതിനെക്കുറിച്ച് ആലോചിച്ചത്? 22-ന്റെ 4. ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച്. 10, യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും സന്തോഷിച്ച് യൂദാസിനെ വാഗ്ദാനം ചെയ്തത് എന്ത്? ഉത്തരം പണം കൊടുക്കാമെന്ന്. 11, എപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ഉത്തരം ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ. 12, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു. 13, ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് സുവിശേഷ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, മാർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. 14-ാമത്തെ ചോദ്യം, പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ട ദിനം ഏതാണ്? 22-ന്റെ 7. ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം. 15, പെസഹ ഭക്ഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാനായി യേശു ആരെയെല്ലാമാണ് അയച്ചത്? ഉത്തരം പത്രോസിനെയും യോഹന്നാനെയും. 16, പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആര് നിങ്ങൾക്കെതിരെ വരുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം
ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ. 17 22:10 പ്രകാരം നിങ്ങൾ ആരെ പിന്തുടരാനാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവനെ പിന്തുടരാൻ. 18 ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്ക് എതിരെ വരുന്നവനെ എവിടേക്ക് പിന്തുടരുവാനാണ് യേശു പറഞ്ഞത്? ഉത്തരം: അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക്. 19 വീടിൻ്റെ ഉടമസ്ഥനോട് ഗുരു നിന്നോട് എന്ത് ചോദിക്കുന്നു എന്ന് പറയുവാനാണ് യേശു ആവശ്യപ്പെട്ടത്? ഉത്തരം: എൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ് എന്ന്. 20 വീട്ടുടമസ്ഥൻ നിങ്ങൾക്ക് എന്ത് കാണിച്ചു തരുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം: സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി. 21 യേശു പറഞ്ഞ പ്രകാരം പത്രോസും യോഹന്നാനും പെസഹ ഒരുക്കിയത് എവിടെയാണ്? ഉത്തരം: സജ്ജീകൃതമായ വലിയ മാളിക മുറിയിൽ. 22 പുതിയ ഉടമ്പടി എന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ്? ഉത്തരം: 3-ാമത്തെ ശീർഷകം. 23 പുതിയ ഉടമ്പടിയെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക ലേഖന ഭാഗം ഏതാണ്? 1 കൊറിന്തോസ് 11-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 24 എപ്പോഴാണ് യേശു ഭക്ഷണത്തിന് ഇരുന്നത്? 22:14 ഉത്തരം: സമയമായപ്പോൾ. 25 യേശുവിനോടൊപ്പം ഭക്ഷണത്തിനിരുന്നത് ആരാണ്? ഉത്തരം: അപ്പസ്തോലന്മാർ. 26 പീഡയനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. 22:15 അനുസരിച്ച് ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം: യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. 27-ാമത്തെ ചോദ്യം. 22:15 അനുസരിച്ച് യേശു അത്യധികം ആഗ്രഹിച്ചത് എന്താണ്? ഉത്തരം: പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് അപ്പസ്തോലന്മാരോടുകൂടെ പെസഹ ഭക്ഷിക്കുന്നതിന്. 28 ഞാൻ എന്നുവരെ ഇനി പെസഹ ഭക്ഷിക്കുകയില്ല എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? ഉത്തരം: ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ. 29 എവിടെ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? 22:16 ഉത്തരം: ദൈവരാജ്യത്തിൽ. 30 യേശു പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞത് എന്താണ്? 22:17 ഉത്തരം: ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. 31 ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ എന്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? 22:18 ഉത്തരം: മുന്തിരിയുടെ ഫലത്തിൽ നിന്ന്. 32 പൂരിപ്പിക്കാനാണ്. ഇപ്പോൾ മുതൽ ഡാഷ് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. 22:18 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: ദൈവരാജ്യം വരുന്നതുവരെ. ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല.
33 യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അപ്പസ്തോലന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തത് എന്ത്? ഉത്തരം: ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. 34 ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. യേശു ഇത് അരുളി ചെയ്തത് എപ്പോഴാണ്? ഉത്തരം: അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു. 35 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്ന വചനഭാഗം ഏതാണ്? ഉത്തരം: ലൂക്ക 22-ാം അധ്യായം 20-ാം വാക്യം. 36 എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എവിടെയുണ്ടെന്നാണ് യേശു പറഞ്ഞത്? 22-21 എൻ്റെ അടുത്ത മേശമേൽ തന്നെ. 37 പൂരിപ്പിക്കാനുള്ളതാണ്. നിശ്ചയിക്കപ്പെട്ടതുപോലെ ഡാഷ് പോകുന്നു. 22-21 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം: മനുഷ്യപുത്രൻ. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. 38 ആർക്ക് ദുരിതം എന്നാണ് ലൂക്കാ സുവിശേഷം 22-22 പറയുന്നത്? ഉത്തരം: യേശുവിനെ ഒറ്റി കൊടുക്കുന്നവന്. 39 തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് പരസ്പരം ചോദിച്ചത് ആരാണ്? ഉത്തരം: ശിഷ്യന്മാർ. 40 ലൂക്ക അധ്യായം 22-ലെ 4-ാമത്തെ ശീർഷകം ഏത്? ഉത്തരം: ആരാണ് വലിയവൻ? 41 ലൂക്ക 20-24 പ്രകാരം ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായ തർക്കം എന്തായിരുന്നു? ഉത്തരം: തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന്. 42 വിജാതീയരുടെ മേൽ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നത് ആര്? ഉത്തരം: അവരുടെ രാജാക്കന്മാർ. 43 തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ വിജാതീയർ കണക്കാക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം: ഉപകാരികളായി. 44 ശിഷ്യന്മാർ ആരെപ്പോലെ ആയിരിക്കരുതെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: വിജാതീയരെ പോലെ. 45 ശിഷ്യന്മാരിൽ ഏറ്റവും വലിയവൻ ആരെപ്പോലെ ആയിരിക്കണമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ചെറിയവനെ പോലെ. 46 അധികാരമുള്ളവൻ ആരെപ്പോലെ ആയിരിക്കണമെന്നാണ് പറഞ്ഞത്? ഉത്തരം: ശുശ്രൂഷകനെ പോലെ ആയിരിക്കണം. 47 ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ ആരാണ് വലിയവൻ? 22-27 ഉത്തരം: ഭക്ഷണത്തിന് ഇരിക്കുന്നവൻ. 48 യേശു ശിഷ്യന്മാരുടെ ഇടയിൽ ആരെപ്പോലെയാണ്? ഉത്തരം: പരിചരിക്കുന്നവനെ പോലെ. 49 യേശുവിൻ്റെ പരീക്ഷകളിൽ നിരന്തരം കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? 22-28 ഉത്തരം: അപ്പസ്തോലന്മാർ. 50 യേശുവിന് പിതാവ് കൽപ്പിച്ചു നൽകിയതുപോലെ യേശു ശിഷ്യന്മാർക്ക് നൽകുന്നത് എന്ത്? ഉത്തരം: രാജ്യം. 51 യേശുവിൻ്റെ രാജ്യത്തിൽ ശിഷ്യന്മാർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എവിടെ നിന്നാണ്? 22-30 ഉത്തരം: യേശുവിൻ്റെ മേശയിൽ നിന്ന്. 52 ശിഷ്യന്മാർ സിംഹാസനങ്ങളിലിരുന്ന് വിധിക്കുന്നത് ആരെയാണ്? 22-30 ഉത്തരം: ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ. 53 ലൂക്ക 22-ാം അധ്യായത്തിലെ
അഞ്ചാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. 54. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. 22:31 പ്രകാരം ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം യേശു ശിമയോനോട് പറഞ്ഞത്. 55. സാത്താൻ നിങ്ങളെ എന്തുപോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാണ് യേശു ശിമയോനോട് പറഞ്ഞത്? ഉത്തരം ഗോതമ്പ് പോലെ. 56. 22:32 യേശു ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം ശിമയോന് വേണ്ടി. 57. യേശു ശിമയോൻ്റെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം ശിമയോൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുന്നതിന് വേണ്ടി. 58. തിരിച്ചു വന്ന് ആരെ ശക്തിപ്പെടുത്തണമെന്നാണ് യേശു ശിമയോനോട് പറഞ്ഞത്? ഉത്തരം നിന്റെ സഹോദരയെ ശക്തിപ്പെടുത്തണം എന്ന്. 59. നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. യേശുവിനോട് ഇത് പറഞ്ഞ ശിഷ്യൻ ആരാണ്? ഉത്തരം ശിമയോൻ. 60. കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ അറിയുകയില്ല എന്ന് എത്ര പ്രാവശ്യം നിഷേധിച്ചു പറയുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം 3 പ്രാവശ്യം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.